ഹായ് ഫ്രണ്ട്സ്, ദിലീപ് ഫ്രം കാസർഗോഡ്. ഇതൊരു പ്രമുഖ ഇന്ത്യൻ വാഹനമാണ്. അത് ഏത് വാഹനമാണ് നിങ്ങൾ ഈ തുരുമ്പ് കണ്ട് പറയണം. ഇത് 2021 മോഡൽ വാഹനമാണ്. ഈ വാഹനം ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പോയതാണ് കേട്ടോ. പല ഭാഗങ്ങളിലും തുരുമ്പ് വന്നിരിക്കുകയാണ്. എൻജിൻ്റെ ഭാഗത്തുള്ള കമ്പോണൻസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സൈഡും നിങ്ങൾക്ക് കാണാമല്ലോ, ഇത്രമാത്രം തുരുമ്പാണ്. ഈ വാഹനം ഇറങ്ങുന്ന സമയത്ത് ഏകദേശം 19 ലക്ഷത്തിനടുത്ത് ഈ വാഹനത്തിനകത്ത് റേറ്റ് ഉണ്ട്. അത്രയും റേറ്റ് കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ ഒരവസ്ഥ നിങ്ങൾ നോക്കൂ, എത്ര പരിതാപകരമാണ്. ഇത്രയും ലക്ഷം, ഒരു 19-20 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു കസ്റ്റമർക്ക് ആ വാഹനം ഒരു 8-10, ഇനി ഗവൺമെൻറ് അംഗീകൃതം തന്നെ 15 വർഷമാണ്. ഈ 15 വർഷം ഈ വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ തുരുമ്പുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാമെന്ന് വിചാരിക്കാം. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഇതിപ്പോൾ 4 വർഷം ആയിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ, അപ്പോൾ ഈ പൈസ കൊടുക്കുന്ന ആളുടെ പൈസയ്ക്ക് മൂല്യമില്ലേ? ഇപ്പം നേരെ മറിച്ച് നമ്മൾ ഈ ഒരു വാഹനത്തിനകത്ത് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എമൗണ്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് അവർ തരുമോ? ഇല്ല. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അത് ക്വാളിറ്റിയിൽ ഒരു 10 വർഷമെങ്കിലും മിനിമം ഉണ്ടാവേണ്ടതായിട്ടുള്ളൊരു മാന്യത ആ ഒരു നിർമ്മാണ കമ്പനി പുലർത്തണ്ടേ. ഈ തുരുമ്പ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലോടിയ ഒരു പേരുണ്ടാവുമല്ലോ. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാനീ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിമർശിക്കാം. കാരണം എൻ്റെ കാഴ്ചപ്പാട് വെച്ച് നോക്കുകയാണെന്നെങ്കിൽ ശരിക്കും വളരെ വലിയ തെമ്മാടിത്തമാണ്. 4 വർഷം മാത്രം പഴക്കമുള്ളൊരു വാഹനം, അതും 21 മോഡൽ വാഹനം 22 ഡെലിവറി എടുത്താണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 4 വർഷം അല്ല 3 വർഷം പഴക്കം നമുക്ക് കണക്കാക്കാം. ആ ഒരു വാഹനത്തിൻ്റെ അവസ്ഥ ഈ രീതിയിലാവുമ്പോൾ, അതായത് 30-something കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം, ഇനി കിലോമീറ്റർ കൂടുതൽ ഓടിയ നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ അതുമല്ല. അപ്പോൾ ഈ ഒരു തോന്നിവാസമൊക്കെ അംഗീകരിച്ചു കൊടുക്കേണ്ടതാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.